ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു ട്രാവൽ വ്ളോഗ്. അതായത് എൻ്റെ മോൻ ഇന്ന് പഠിക്കാൻ വേണ്ടി റെഗ യൂണിവേഴ്സിറ്റിയിലേക്ക്, അതായത് ലാറ്റ്വിയ എന്ന രാജ്യത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിന്, അതായത് നമുക്ക് 7:50 കൊച്ചിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് റെഗയിലേക്ക്. അപ്പോൾ ആ യാത്രയായി പിന്നെ ഞങ്ങൾ പോയതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് അവൻ പോയ ആ ഒരു ഫ്ലൈറ്റിൻ്റെ കൂടെ ചെറുത് ഞങ്ങൾക്ക് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ യാത്രയായിപ്പം അവനെ കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നിരുന്നു റൂമിലേക്ക് തന്നെ. ആ റൂമിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റ് പൊങ്ങിയതിൻ്റെയൊക്കെ വീഡിയോ പിടിച്ചത്. അപ്പം ചേട്ടനും അനിയനും 2 ആമക്കളാണ് എനിക്കുള്ളത്. 2 പേരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അവൻ ഇത്രയും വലിയൊരു യാത്ര ദൂരേക്ക് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പം 2 മക്കളെയും കൂടെ കണ്ടിരുന്നു ആ ഒരു സ്ഥലത്തേക്ക്, ആ രാജ്യത്തേക്ക് പോകുന്നത്. അവർ ആ രാജ്യത്തേക്കാണെങ്കിലും യൂണിവേഴ്സിറ്റി വേറെയാണ്. മാസ്റ്റേഴ്സിന് പോകുന്ന മക്കളാണ് ഇവർ 2 പേരും. അപ്പം ഇവർ 2 പേരും എല്ലാവരും ഒന്നിച്ചാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു. 12 മണിക്ക് പോകേണ്ടത് 2:50 പോയത്. എയർ ഇന്ത്യയുടെയാണ്. അപ്പം ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ അവർ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം 10 മണിക്ക് കയറ്റി വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യാത്രയിലാണ്. എല്ലാവരുടെ മംഗളങ്ങളും പ്രാർത്ഥനകളൊക്കെ ആശംസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്നും വേറെ ഒരു മോളും പോയിട്ടുണ്ട് UK മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി. അതുപോലെ ഒരു മോനും ജോലി ആവശ്യത്തിന് വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങിയാണ്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു വിഷമവും ടെൻഷനൊക്കെയാണ്. ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ടെൻഷനൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ. അപ്പം ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ ഇനി ബാക്കി വിവരം അറിയാം. അപ്പോൾ ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കുറച്ച് ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.